സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ചുട്ടുപൊള്ളുന്ന മണൽക്കാടുകളാണ്. എന്നാൽ ആ ധാരണകളെ പൂർണ്ണമായും തിരുത്തിക്കുറിക്കുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സൗദിയിലെ പ്രകൃതി വിസ്മയങ്ങൾ ആസ്വദിക്കാനാണ് ഇത്തവണ പ്രവാസി കുടുംബങ്ങൾ പെരുന്നാൾ യാത്രകൾ മാറ്റിവെച്ചത്. പെരുന്നാൾ ദിവസം രാവിലെ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണവും കരുതി റിയാദിൽ നിന്ന് യാത്ര തിരിച്ച ഒരു മലയാളി കുടുംബം അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ. ചുരം കയറി ഒരു വ്യൂ പോയിന്റിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടില്ലേ, മഞ്ഞ് മൂടി കിടക്കുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സൗദിയിൽ പെയ്യുന്ന മഴ ആസ്വദിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യമത്രേ. രാത്രിയോടെ അവർ അബഹയ്ക്ക് സമീപമുള്ള ഖമീസ് മുഷൈത്തിൽ എത്തിച്ചേർന്നു. അബഹയിലെ ആ മനോഹരമായ ചുരങ്ങൾ അതായിരുന്നു ഈ യാത്രയിലെ ഏറ്റവും ആസ്വാദികരമായ ഭാഗം. പത്രങ്ങളിൽ വായിച്ചു മാത്രം അറിവുള്ളതിനേക്കാൾ വലിയ രീതിയിലുള്ള മഞ്ഞും മഴയുമാണ് അവിടെ വരവേറ്റതെന്ന് അവർ പറയുന്നു. ക്ലൗഡ് വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ തൊട്ടടുത്തുള്ള വാഹനങ്ങൾ പോലും കാണാൻ കഴിയാത്തത്ര കനത്ത മഞ്ഞ്. റോഡ് മുഴുവൻ വെള്ളപ്പരവതാനി വിരിച്ചതുപോലെ ആലിപ്പഴങ്ങൾ വീണുകിടക്കുന്ന ആ കാഴ്ച അപൂർവമായ ഒന്നായിരുന്നു. സൗദി അറേബ്യയിലെ മരുഭൂമിയില് ഇങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കോ? കണ്ടില്ലേ, മാഷാഅല്ലാ, എത്ര പ്രകൃതി രമണീയം. തണുപ്പിനെ വകഞ്ഞുമാറ്റി ആ കുന്നിൻ മുകളിൽ ഇരുന്ന് ഒരു കടുപ്പത്തിലുള്ള യമനി ചായയും കുടിച്ച് ജിസാനിലെ പ്രസിദ്ധമായ മാങ്ക ഹിന്ദി മാമ്പഴം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം അത് വാക്കുകൾക്കപ്പുറമാണ്. അവിടെ നിന്ന് അവർ പോയത് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള റീജൽ അൽമ എന്ന പുരാതന ഗ്രാമത്തിലേക്കാണ്. കരിങ്കല്ലിന്റെ ചെറിയ ചീളുകൾ കൊണ്ട് നിർമ്മിച്ച അവിടുത്തെ കെട്ടിടങ്ങൾ കണ്ടപ്പോൾ കേരളത്തിലെ എസ്റ്റേറ്റുകളിലെ ലയങ്ങളോടാണ് സാമ്യം തോന്നിയതെന്ന് യാത്രികർ പറയുന്നു. സൗദിയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അത്ഭുത കാഴ്ചയായിരുന്നു അത്. അബഹയിൽ നിന്ന് ചുരമിറങ്ങി പിന്നീട് പോയത് ജിസാനിലേക്ക്. വഴിമധ്യേ ഒരു തേൻ ഫാക്ടറിയും സന്ദർശിച്ചു. അവിടെ നിന്ന് 1.5 മണിക്കൂർ കപ്പൽ യാത്ര ചെയ്ത് ഫർസാൻ ദ്വീപിലെത്തി. അവിടെയും കണ്ടെത്തി അവർ ഒരു മലയാളി ടച്ച്. ഒരു കണ്ണൂരുകാരൻ നടത്തുന്ന ഹോട്ടലിൽ നിന്ന് നല്ല ഫ്രഷ് പൊള്ളിച്ച മീനും ആവോലിയും നെയ്മീനുമെല്ലാം കഴിച്ചപ്പോൾ യാത്രയുടെ ക്ഷീണമെല്ലാം പമ്പ കടന്നെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബം. തിരികെ വരുന്ന വഴിയിലായിരുന്നു വാദി ലജം. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഈ കൂറ്റൻ മലയിടുക്കുകൾക്കിടയിൽ എപ്പോഴും കുളിർമയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർ പോലും കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായ കാലാവസ്ഥ നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.